വിരുന്ന് എന്നുള്ളത് UAE അബുദാബിയിലാണ്. മലയാളത്തിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു വ്യക്തി അറബി നാട്ടിലേക്ക് വരിക, ഈ അറബി നാട്ടിൽ വന്നതിന് ശേഷം ഇവിടുത്തെ അറബികളെ കായിക മുറകൾ പഠിപ്പിക്കുക. കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നു എങ്കിൽ തന്നെയും സത്യമാണ് കാര്യം. ഞാൻ ഇന്ന് നിൽക്കുന്നത് അബുദാബിയിലെ ഒക്കിനോവ കരാട്ടെ ആൻഡ് കുബുഡോ ക്ലബിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ റൻഷി ഇബ്രാഹിം ബാഷയാണ് ഇന്നത്തെ വിരുന്നിൻ്റെ അതിഥി. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സർ, നമസ്കാരം. എങ്ങനെയായിരുന്നു ഈ ഒക്കിനോവ കരാട്ടെ ആൻഡ് കുബുഡോ ക്ലബിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദമാക്കാം. 1991 ഞാൻ ഇവിടെ വന്ന് ഈ അഭ്യാസ മുറകളൊക്കെ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു, കളരി മുറകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്നും കൂടെ വിപുലമാക്കിയിട്ട് ഇവിടുത്തെ അറബി സ്വദേശികൾക്ക് ഇത് അറബി സ്വദേശികൾ മാത്രമല്ല, പിന്നെ ഇന്ത്യക്കാരായ നമ്മുടെ ആളുകൾ, പിന്നെ വേൾഡ് വൈഡായിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് അവരുടെ കുട്ടികളെ പിന്നെ ഇവിടുത്തെ ആളുകളെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു പോകുന്നു. അവരിൽ നിന്ന് തന്നെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നു, അവർ അങ്ങോട്ട് ഫോൺ കോൾ വഴി എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ അവർക്ക് പ്രൈവറ്റായിട്ടും അതേപോലെ വീടുകളിൽ ചെന്നിട്ടും സ്വദേശികളുടെ വീടുകളിലൊക്കെ ചെന്നിട്ട് പഠിപ്പിക്കാൻ അങ്ങനെ അവസരം കിട്ടി. അതിൻ്റെ ഒരു ഡെവലപ്പ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഈ ക്ലബ്ബ് തുടങ്ങാനും കാരണം. സാർ, ഇപ്പോൾ നാടിനെ അപേക്ഷിച്ച് അവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കരോട്ട അഭ്യസിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, ഒക്കിനോവ ഈ ഒരു സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു താരതമ്യം? എങ്ങനെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? നാട്ടിലെ അപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ നാട്ടിൽ വ്യത്യസ്ത സ്റ്റൈലുകളാണ് അവിടെ നാട്ടിലുള്ളത്. അപ്പോൾ ആരും എന്ത് വെച്ചാൽ ഞാൻ ഒരു വലിയ ആൾ, എൻ്റെ സ്റ്റൈലാണ് ഏറ്റവും നല്ലത്, എൻ്റെ സ്റ്റൈലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ UAE കുറിച്ച് സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ പല ജനങ്ങളും, അതായത് ഇന്ത്യക്കാരായ മലയാളികൾ തന്നെ പല സ്റ്റൈലും പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട്, കരാട്ടെ മാസ്റ്റർ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിൽ പല വ്യത്യസ്തമായ ശൈലികളിലുള്ള ഒരുപാട് ശൈലികളിലുള്ള ആളുകളാണുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് മലയാളികൾ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആ കൂട്ടായ്മയിൽ കൂടെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര എന്താ പറയുക, ആ ഏതൊരു സ്റ്റൈലിനെയും അതീതമായി അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ പോകുന്നൊരു സംഭവം ഇവിടെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള ക്ലബ്ബിലും ഞങ്ങൾ സന്ദർശിക്കുകയും അവർ നമ്മുടെ ക്ലബ്ബിൽ സന്ദർശിക്കുകയും അതേപോലെ തന്നെ നമ്മൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ട്രെയിനിങ് ഒക്കെ ചെയ്യുകയും ചെയ്യും. വ്യത്യസ്ത സ്റ്റൈലിലുള്ള ആൾക്കാരാണ്. എല്ലാവരും ക്ലാസ് എടുക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾക്ക് പറ്റിയ അതിൽ ആരാണ് ചീഫായിട്ടുള്ള ആൾ, അവർ ക്ലാസ് എടുക്കും. അതുപോലെ തന്നെ നമ്മളും ക്ലാസ് എടുക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവസരങ്ങൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഈ UAE നല്ലൊരു കൂട്ടായ്മയോട് കൂടിയിട്ട് നല്ല എല്ലാ മാസ്റ്റേഴ്സും ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനാക്കിയ എൻ്റെ സ്പോൺസർ സയ്യിദ് മുഹമ്മദ് സക്കർ ഹംദാൻ അൽ ഫലാഹി, അദ്ദേഹം എന്നോട് എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യത്തിന് കൂട്ടുനിന്ന ഒരു വ്യക്തിയാണ് സയ്യിദ് മുഹമ്മദ് സക്കർ ഹംദാൻ അൽ ഫലാഹി. അദ്ദേഹം ഇവിടുത്തെ റോയൽ ഫാമിലിയിൽ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷം, ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്രയോ സന്തോഷങ്ങളാണ് അദ്ദേഹത്തിന്. ഞാൻ ദുഃഖിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അത്ര ഒരു വലിയൊരു മനുഷ്യനാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ സ്പോൺസർ. ഞാൻ നാട്ടിലായിരുന്നാലും ഞാൻ ഇവിടെ ആയിരുന്നാലും അദ്ദേഹത്തിന് ഞാൻ സന്തോഷവാനായിട്ടിരിക്കണം എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. എൻ്റെ ക്ഷേമാന്വേഷണങ്ങൾ എപ്പോഴും വിളിച്ചുകൊണ്ട് അന്വേഷിക്കുകയും ഞാൻ നാട്ടിൽ പോയാൽ ഒന്നരാടം എന്നെ വിളിക്കുകയും ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് ഈ ഒരു ആയോധന മുറ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു വ്യക്തിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത്
മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഈ ആയുധ മുറകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്നത്തെ നിത്യ ജീവിതത്തിന് ഈ ആയുധ മുറ നമുക്ക് ഉപകാരപ്പെടും. സർ, ഈ ഒക്കിനാവ കരാട്ടെ ആൻഡ് കുബുഡോ ക്ലബിൽ ഈ പേരിൽ തന്നെ ഒരു കുബുഡോ ഒളിഞ്ഞിരിപ്പുണ്ട്. കരാട്ടെ സജീവമായി നമുക്കറിയാവുന്ന പേരാണ്. എന്താണ് കുബുഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കുബുഡോ എന്ന് പറയുന്നത് നമ്മുടെ കളരിയുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഈ ആയുധ മുറ കലകൾ, അത് നമ്മുടെ ഈ ബോധിധർമ്മ ഇന്ത്യക്കാരനാണ്, അദ്ദേഹം തഞ്ചാവൂരുകാരനാണ്. അദ്ദേഹം ഈ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈന വഴി ഒക്കിനാവയിൽ എത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം നമ്മുടെ ഈ കളരിയിൽ നിന്നിട്ട് തന്നെയാണ് ഈ കരാട്ടെ ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കളരിൽ നിന്ന് അദ്ദേഹം പല മുറകളായിട്ട് എന്ത് ചെയ്തു അഭ്യസിച്ച് കൊടുത്തു. എന്നിട്ട് ഇങ്ങനത്തെ കലകളൊക്കെ പഠിച്ചു. ബ്രൂസ്ലി വഴി അദ്ദേഹം എന്ത് ചെയ്തു, ബ്രൂസ്ലിയിൽ കൂടെയാണ് നമുക്ക് ഈ ആയുധന കല എന്ത് ചെയ്താൽ പ്രചാരത്തിൽ വരാൻ തുടങ്ങിയത്, കുബുഡോയൊക്കെ. അപ്പോൾ ഇത് കളരി പോലത്തുള്ള ഒരു അഭ്യാസമാണ് കുബുഡോ. ഈ ഒരു ഒക്കിനാവ കരാട്ടെ ആൻഡ് കുബുഡോ സെന്ററിന്റെ ബ്രാഞ്ചുകൾ ലോകത്ത് എവിടെയൊക്കെ സ്ഥലങ്ങളാണുള്ളത് ഒന്ന് വിശദമാണ്. ഇത് വേൾഡ് വൈഡാണ് ഈ ഒക്കിനാവ ഷോറിൻറിയോ കരാട്ടെ ആൻഡ് കുബുഡോ ക്ലബ്ബ്. ഇത് ഒരു പുരാതന സ്റ്റൈലാണ് ഈ ഒക്കിനാവ ഷോറിൻറിയോ എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 2000-ഓളം ഈ സ്റ്റൈലിൽ തന്നെ, ഈ പേരിൽ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ എവിടെ പോയാലും, നമ്മുടെ ഇന്ത്യയിൽ പോയാലും ശ്രീലങ്കയിൽ പോയാലും അതേപോലെ ഒക്കിനാവയിൽ പോയാലും, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സ്റ്റൈല് വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയും കൊണ്ട് നമുക്ക് ഈ UAE എവിടൊക്കെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അജ്മാലിൽ ചാലഞ്ച് കരാട്ടെ ക്ലബ്ബ് ആൻഡ് കുബുഡോ ക്ലബ്ബാണ്. അതേപോലെ ഈ വെളിയങ്കോട് എന്ന് പറയുന്ന എൻ്റെ മലപ്പുറം ജില്ലയിൽ എൻ്റെ വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ബോഡി ബിൽഡിംഗ് ക്ലബ്ബും ഉണ്ട്. അതേപോലെ കരാട്ടെ ഇതുണ്ട്. എൻ്റെ സ്റ്റുഡൻസും അവിടെ പല രീതിയിലായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ചീഫ് ഇൻസ്ട്രക്ടർ കോശി KP രവീന്ദ്രൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് ഒരുപാട് കേരളത്തിൽ തന്നെ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പല പഞ്ചായത്തിലും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം ലോകം മുഴുവൻ ഉണ്ടെങ്കിൽ തന്നെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അഭ്യാസമുറ പഠിപ്പിക്കണം എന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഈ അഭ്യാസ മുറകൾ പഠിക്കണം. കാരണം ഇന്നത്തെ ജീവിത ശൈലി തന്നെ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ആരെ അഭ്യസിച്ചാലും, സ്ത്രീകളായാലും, നമുക്ക് തന്നെ അറിയാം, ഒരുപാട് ഇറാനിൽ ഒരു 72 വയസ്സായ സ്ത്രീ ഈ അഭ്യാസമുറ അഭ്യസിച്ചിട്ട് അവർ 4 ആളായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ടുള്ള കഥകൾ നമുക്ക് തന്നെ ഉണ്ട്. കൂടാതെ ഇവിടെയോ നമ്മുടെ ഈ ക്ലബ്ബിൽ ഇപ്പോൾ തന്നെ ഒരു ഗുരുവായൂരുകാരൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ തന്നെ 68 വയസ്സ് വന്നിട്ട് അദ്ദേഹം ഇവിടെ അഭ്യാസമുറകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ അറബികൾ പോലും അദ്ദേഹത്തെ കാണുമ്പോൾ നമസ്തേ, കാരണം ബഹുമാനത്തോടെ സംസാരിക്കുന്ന ഒരു ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഉണ്ടല്ലോ, ആ ആത്മവിശ്വാസം എന്നിൽ കൂടി കൊടുത്ത ഒരു ആത്മവിശ്വാസം എല്ലാം രണ്ടും കൂടിയായപ്പോൾ അദ്ദേഹം ആ അഭ്യാസ മുറകൾ നന്നായിട്ട് അഭ്യസിച്ച് ഇപ്പം കുറച്ച് നാളുകളായി അദ്ദേഹം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വിട്ടുപോയിട്ടുള്ള. അപ്പോൾ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ ഇത് പഠിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിനും അവരുടെ ഇനി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾക്കും വ്യത്യസ്തമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരും അഭ്യാസം പഠിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഇതിന് എപ്പോഴെങ്കിലും ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ? ഇതിന് പ്രായപരിധിയോ അല്ല മറ്റുള്ള ഒന്നുമില്ല. ഒരു 3 വയസ്സ് മുതൽ തന്നെ അങ്ങോട്ട് എത്ര വയസ്സ് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. ഇതൊന്നും ഒരു പ്രായപരിധിയൊന്നും ഇതിന് നിശ്ചയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലുള്ള മലയാളികൾ പ്രത്യേകിച്ച് ഇങ്ങനെ കരാട്ട അഭ്യാസം പോലെയുള്ള അല്ലെങ്കിൽ യോഗപരമായുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും ജിമ്മ് അങ്ങനെയുള്ള എന്തായിരുന്നാലും എന്ത് പഠിച്ചു കഴിഞ്ഞാലും നിത്യം അവന് ഈ ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നത് അവൻ്റെ ശരീരത്തിന് ഗുണം ചെയ്യും എന്ന് യാതൊരു സംശയമില്ല. സാർ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി ഒരു കൂട്ടായ്മയുടെ കാര്യം. എന്താണ് ആ കൂട്ടായ്മയുടെ പേര്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഒന്ന് വിശദമാക്കും? ഈ
നമ്മുടെ ഇവിടെ കരാട്ടെ മാസ്റ്റർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ, അതായത് ഈ നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കരാട്ടയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നിട്ട് അവനെന്തെങ്കിലും സഹായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായിക്കുക എന്നുള്ള ഒരു നന്മയോട് കൂടിയിട്ട് മാത്രമുള്ള ഒരു സംഘടനയാണ്. ഞാൻ 2004 ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായിട്ടുള്ള ആളാണ്. പിന്നെ അതേപോലെ ഇവിടെ UAE അംഗീകരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ടറായിട്ട് അംഗീകരിച്ചിട്ട് 2ാം തവണയും ഇപ്പോൾ അടുത്ത് തന്നെ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, സർട്ടിഫിക്കറ്റും അതേപോലെ ഇവിടുത്തെ ID കാർഡും കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. ഇവിടുത്തെ ഓതറൈസേഷനുള്ള ഒരു ഇൻസ്ട്രക്ടർ കൂടിയാണ് ഞാൻ. പിന്നെ ഇവിടുത്തെ ഈ കരാട്ടെ മാസ്റ്റർ ഓർഗനൈസേഷനിലെ ചീഫ് റെഫറിയും കൂടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ കുടുംബം, വീട്ടിൽ ആരൊക്കെയാണുള്ളത്, കുടുംബാംഗങ്ങൾ ആരൊക്കെയാണുള്ളത് ഒന്ന് വിശദമാക്കാം. എൻ്റെ ബാപ്പയും ഉമ്മയുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ എൻ്റെ സഹോദരങ്ങൾ 8 സഹോദരങ്ങളുണ്ട്, 2 സിസ്റ്ററുണ്ട്. എൻ്റെ ഭാര്യ ഹുവൈദ, എൻ്റെ 2 മക്കൾ ആൺകുട്ടികൾ, ഒരു ആൾ 13 വയസ്സായി ഖലീൽ ഇബ്രാഹിം ബാഷ, രണ്ടാമത്തത് 10 വയസ്സായി ഫല ഇബ്രാഹിം ബാഷ. അവർ 2 പേരും അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാർ ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, കാരണം റൻഷി ഇബ്രാഹിം ബാഷ എന്ന സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യനുകളുണ്ട്. പക്ഷേ നമ്മുടെ സമയം നമുക്ക് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. കാരണം ഇത്രയും സമയം വിരുന്നിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഇതിന് ഒരു കായിക മുറയ്ക്കപ്പുറം ചില ചിന്തകൾക്കും ആശയങ്ങൾ കൊണ്ടും ഞങ്ങളെ സമ്പന്നമാക്കിയതിന് താങ്കൾക്ക് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി.